ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാലിനി ചോദിക്കുകയാണ്, ഇയാൾക്ക് എന്നോടെന്തോ പറയാനില്ലായിരുന്നോ? പറഞ്ഞേ. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അല്ല നിങ്ങളുടെ ഹോട്ടലിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നില്ലേ മാർക്കറ്റിൽ നിന്നും? അതൊക്കെ ഇയാള് ഒറ്റയ്ക്കല്ലേ കൊണ്ടുപോകുന്നത്? ആരുടെയെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം എന്നുള്ളതാണ്. ശാലിനി പറയുകയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മതി. ശരിയപ്പോ പിന്നെ കാണാമെന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടി പോവുകയാണ് ശാലിനി. ആകെ നിരാശരാവുകയാണ് ദാസനും കമലനും. പിന്നീട് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ്. ആകെ സുഖമില്ലാതെ കിടക്കുകയാണ് രാജീവ്. അന്നേരം ആരോ ബെല്ലടിക്കുകയാണ്. കട്ടിലിൽ തന്നെ കിടന്നുകൊണ്ട് രാജീവ് ചോദിക്കുകയാണ്, ആരാ ആരാ ആരാതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ബെല്ലടിക്കുകയാണ്. പതി എഴുന്നേറ്റ് രാജീവ് പറയുകയാണ്, ദാ വരുന്നു. കഥ തുറക്കുന്ന രാജീവ് കാണുന്നത് ഭക്ഷണവുമായി നിൽക്കുന്ന ശാരികയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ലീറ്റസിന്റെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വരുന്ന സത്യഭാമയാണ്. വണ്ടി നിർത്തുമ്പോൾ സത്യഭാമ വിഷ്ണുവിന്റെ ജീപ്പാണ് കാണുന്നത്. സത്യഭാമ കരുതുകയാണ്, ഇത് വിഷ്ണുവിന്റെ വണ്ടിയാണല്ലോ. അപ്പോൾ അവൻ ആ ഫോണിൽ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നീട് എസ്റ്റേറ്റിലേക്ക് കടക്കുകയാണ് സത്യഭാമ. ഇവിടേക്ക് നോക്കുന്ന സത്യഭാമ കാണുന്നത് വിഷ്ണു നിന്ന് കരിക്ക് കുടിക്കുന്നതും കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നതുമാണ്. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു തിരിയുകയാണ്. കൂടെ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് സത്യഭാമ ഒന്ന് അമ്പരക്കുകയാണ്. അത് സുസ്മിതയായിരുന്നു. ആന്റി എന്നും പറഞ്ഞ് കരിക്ക് കളഞ്ഞ ശേഷം സത്യഭാമയുടെ അടുത്തേക്ക് വരികയാണ് സുസ്മിത. പിന്നീട് കാണിക്കുന്നത് മുൻപുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന വിഷ്ണുവിനെയാണ്. ദാസനും കമലനും വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ശാരികയും ശ്യാമയും പോകുന്നത് കണ്ട് ആശാൻ ഇതെന്താണ് കാണിച്ചത്? സൂപ്പർ ചാൻസ് അല്ലേ മിസ്സാക്കി കളഞ്ഞത്? ഇങ്ങനെ പോയാൽ ഞങ്ങൾ വേറെ ആശാനെ അന്വേഷിക്കും കേട്ടോ, ഭയങ്കര മോശമായി പോയി എന്ന് പറയുകയാണ് കമലൻ. എടാ സോറി എടാ, ഐ ലവ് യു എന്ന് പറയാൻ ശ്രമിച്ചതാണ്. പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും തേനീച്ച വന്നില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? തേനീച്ച ആശാന്റെ, ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദാസൻ. ഇനി ആശാനായി ആശാന്റെ പാടായി. ഡാ കമല വാ, അന്നേ നമുക്ക് പോകാം. എടാ ഞാനൊന്ന് പറയട്ടെ, നിൽക്കടാന്നും പറഞ്ഞ് ദാസന്റെയും കമലന്റെയും പുറകെ പോവുകയാണ് വിഷ്ണു. അന്നേരം എസ്റ്റേറ്റിലേക്ക് വണ്ടിയിൽ വരികയാണ് സുസ്മിത. ഇത് വിഷ്ണുവേട്ടന്റെ വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് ജീപ്പിനകത്തൊക്കെ നോക്കിയിട്ട് ക്ലീറ്റസിന്റെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വരികയാണ് സുസ്മിത. അതേസമയം പിണങ്ങിപ്പോകുന്ന ദാസന്റെയും കമലിന്റെയും പുറകെ വെച്ച് പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം ദാസനും കമലനും നിൽക്കുകയാണ്. വിഷ്ണു പറയുകയാണ്, എടാ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്. അന്നേരം സുസ്മിതയെ ചൂണ്ടി കമലൻ പറയുകയാണ്, ദേ അത് നോക്കാശാനെ. എന്റെ ഭഗവാനെ, ഇവളെന്താ ഇവിടെ? ദേ വാട, അവള് കാണുന്നതിന് മുമ്പേ സ്ഥലം കാലിയാക്കാം എന്ന് പറയുകയാണ് വിഷ്ണു. തിരിഞ്ഞ് സ്പീഡിന് നടക്കുന്നുണ്ട് വിഷ്ണുവിനെയും കൂട്ടരെയും കാണുകയാണ് സുസ്മിത. വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് കൈയെടുത്ത് കാണിക്കുകയാണ് സുസ്മിത. ഇതാരാ? സുസ്മിതയോ? നീ എന്താ ഇവിടെ? ഞാൻ വിഷ്ണു ഏട്ടന്റെ ജീപ്പ് അവിടെ കിടക്കുന്നത് കണ്ട് വന്നതാണ്. ജീപ്പ് നോക്കിയ ശേഷം വിഷ്ണു പറയുകയാണ്, ആണല്ലേ, അത് ശരി. ഇവിടത്തെ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് എന്റെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി. അപ്പോഴാണ് വിഷ്ണുവേട്ടൻ ഒരു പെണ്ണിനെയും കൊണ്ട് ജീപ്പിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടത്. ആകെ പരുങ്ങുകയാണ് വിഷ്ണുവും കമലനും ദാസനും. അന്നേരം പെണ്ണോ എവിടെ എന്നൊക്കെ വിക്കി വിക്കി ചോദിക്കുകയാണ് വിഷ്ണു. ഒന്ന് പോടി എവിടെന്ന്, നിനക്ക് തോന്നിയതായിരിക്കും ലേട ദാസ എന്ന് പറയുമ്പോൾ ദാസൻ പറയുകയാണ്, അതെ അതെ, ആശാൻ കഴിഞ്ഞ 5 മണിക്കൂറായി ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ ആരും ഒരു പെണ്ണിനെയും കണ്ടില്ല. സുസ്മിത പറയുകയാണ്, അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഏതായാലും വണ്ടി റെഡിയായപ്പോൾ വിഷ്ണുവേട്ടനെ ഒന്ന് നോക്കാൻ വന്നതാണ്. ജീപ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. പിന്നെ ആ വീട്ടിൽ ആരെയും കാണാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നോക്കാമെന്ന് കരുതിയത്. വിഷ്ണു കരുതുകയാണ്, ഇവൾ അവിടെയും പോയാ? ഞാൻ വിചാരിച്ചതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് വിഷ്ണുവേട്ടൻ. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയ ഒരു അന്തരീക്ഷത്തിൽ ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടമാണ് അല്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണ് സുസ്മിത. നേരം കമലൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ആശാനെ പുള്ളിക്കാരിക്ക് സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്ക്. അന്നേരം കമലനെ അടിക്കാൻ ഓങ്ങുകയാണ് വിഷ്ണു. പോടാന്നും പറഞ്ഞ്. നീ ഒന്ന് ചുമ്മാതിരിക്കെ, മനുഷ്യൻ ഒന്നാമത് കുത്തും കടിയും കൊണ്ടിരിക്കുമ്പോഴാണ്. അന്നേരം വിഷ്ണുവിന്റെ കൈയൊക്കെ പിടിച്ചു നോക്കി സുസ്മിത ചോദിക്കുകയാണ്, അയ്യോ ഇതെന്താ കയ്യിലും കഴുത്തിലുമൊക്കെ? അതൊന്നുമില്ലാന്ന് വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുകയാണ്, ആശാനെ കാട്ടുതേനീച്ച കൊത്തിയതാണ്. ഓ മൈ ഗോഡ്, തേനീച്ച കൊത്തിയെന്നോ? വാ വിഷ്ണുവേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട വേണ്ട, ഇതിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. എല്ലാം ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, ഈ ഈച്ചയുടെ കൊമ്പൊടിഞ്ഞു കയറിയാൽ നീര് വന്ന് പഴുക്കും വിഷ്ണുവേട്ട. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അന്നേരം ദാസൻ പറയുകയാണ്, പഴുക്കുകയൊന്നും ഇല്ല. ആശാന് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ചികിത്സയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, മനസ്സിനും ശരീരത്തിനും. ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അല്ലേ ആശാനെ എന്ന് ചോദിക്കുകയാണ് ദാസൻ. തിരിച്ച് നാണിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി സുസ്മിത ചോദിക്കുകയാണ്, അതെന്ത് ട്രീറ്റ്മെന്റ്? കമലൻ പറയുകയാണ്, പച്ചമരുന്ന് ട്രീറ്റ്മെന്റ്. തേനീച്ച കുത്തലിന് അതാണ് നല്ലത്. വിഷ്ണു പറയുകയാണ്, അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത തേനീച്ചയും കടന്തലും ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം കാലിയാക്കാം.
വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി നടക്കുകയാണ് വിഷ്ണു. സുസ്മിത ചോദിക്കുകയാണ്, അതെ, നടന്ന് നടന്ന് വല്ലാത്ത ദാഹം, ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇത്രയും വിഷ്ണു ആലോചിക്കുന്ന സംഭവങ്ങളാണ്. സുസ്മിത സത്യഭാമയുടെ അടുത്തേക്ക് എത്തുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, ആ മോളോ? അതെ ആന്റി. ആന്റി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ മറു ചോദ്യം ചോദിക്കുകയാണ്, അതിരിക്കട്ടെ, സുസ്മി മോൾ എന്താ ഇവിടെ? അത് വിഷ്ണുവേട്ടന്റെ ജീപ്പ് ഇവിടെ കിടക്കുന്നത് കണ്ട് വന്നതാണ് ആന്റി. സത്യഭാമ ചോദിക്കുകയാണ്, വിഷ്ണു, നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരുടെ അടുത്ത് നിന്നാണ് നീ പലിശപ്പണം പിരിക്കുന്നത്? പണം പിരിക്കാൻ വന്നത് അല്ലമ്മ. ഈ തോട്ടം കണ്ടപ്പോഴേ നല്ല രസം തോന്നി. ഇത് നമ്മുടെ കമലന്റെ ഒരു ഫ്രണ്ടിന്റെ ആണ്. ജീപ്പ് ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയെന്നേ ഉള്ളൂ. അത് കേട്ട് സുസ്മിത പറയുകയാണ്, വെറുതെ കറക്കമൊന്നും അല്ല ആന്റി. കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടില്ലേ? വിഷ്ണുവിനെ ശ്രദ്ധിച്ച് പരിഭ്രമിച്ച് സത്യഭാമ ചോദിക്കുകയാണ്, അയ്യോ, ഇതെന്ത് പറ്റി? സുസ്മിത പറയുകയാണ്, കാട്ടുതേനീച്ച കുത്തിന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ നീ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. വേണ്ടമ്മ, മരുന്ന് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ദേ നോക്ക്. നല്ല ബെസ്റ്റ് പച്ചമരുന്നാണ്. ഇപ്പൊ ഒരു തരി തരിപ്പുമില്ല, വേദനയുമില്ല, എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, ആരാ പച്ചമരുന്ന് വെച്ചത്? സുസ്മിതയാണോ? അന്നേരം കമലിനെയും ദാസിനെയും നോക്കി ചിരിക്കുകയാണ് വിഷ്ണു. സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഒടുവിൽ ആ ക്രെഡിറ്റിംഗ് പോരട്ടെ, ഭാവി മരുമകൾക്ക് അത്യാവശ്യം വൈദ്യം കൂടി ഉണ്ടെന്ന് കരുതിക്കോട്ടെ. അതെ ആന്റി, ഞാൻ തന്നെയാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് സുസ്മിത. അതുകൊണ്ടെന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് ദാസനും കമലനും, കൂടെ വിഷ്ണുവും. സത്യഭാമ പറയുകയാണ്, എനിക്കും തോന്നി, അല്ലാതെ ഇതേപ്പറ്റി ഇവന് ഒരു ധാരണയും ഉണ്ടാവാൻ വഴിയില്ല. സുസ്മിതയുടെ ചിരിയൊക്കെ കണ്ട് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് വിഷ്ണു. സുസ്മിത പറയുകയാണ്, എനിക്കിതിലൊക്കെ നല്ല പിടിയാണ് ആന്റി, ഞാൻ ഒരുപാട് പേരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. സത്യഭാമ പറയുകയാണ്, ഇതുപോലെ ഒരു പെണ്ണിനെ തന്നെയാണ് ഇവന് വേണ്ടത്. അന്നേരം വിഷ്ണു കരുതുകയാണ്, എന്തു കള്ളിയാണിവൾ? സത്യഭാമ ചോദിക്കുകയാണ്, മരുന്ന് വെച്ചപ്പോൾ വേദനിച്ചോ മോനെ? ഇല്ലമ്മ, എനിക്ക് അമ്മയെയാണ് ഓർമ്മ വന്നത്. അതിൽ അത്ഭുതമൊന്നും ഇല്ല. ഏത് പെണ്ണ് വഴിയാണോ ഒരു പുരുഷൻ അമ്മയെ ഓർക്കുന്നത്, അവന് ഏറ്റവും യോജിച്ച പെണ്ണ് അവൾ തന്നെയാണ്. ഒരു പുരുഷന്റെ ബെസ്റ്റ് ചോയ്സ്. സത്യഭാമയുടെ സംസാരം കേട്ട് ആകെ സന്തോഷിച്ച് ശാലിനി വിഷ്ണുവിന് മരുന്ന് വെച്ച കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതിനുശേഷം സുസ്മിതയെ നോക്കി പറയുകയാണ്, എന്റെ വീടിന് വേണ്ട മരുമകൾ നീ തന്നെയാണ്. ശാലിനി ആലോചിച്ചു നിന്ന വിഷ്ണു പറയുകയാണ്, കറക്റ്റാണ് അമ്മ പറഞ്ഞത്. അമ്മയെ ഓർമ്മിപ്പിക്കുന്ന പെണ്ണ് തന്നെയാണ് ഭാര്യയായി വരേണ്ടത്. വിഷ്ണുവിന്റെ സംസാരം കേട്ട് അന്തം വിട്ട് നോക്കുകയാണ് ദാസനും കമലനും. സുസ്മിതയേറെ സന്തോഷിക്കുകയാണ്. അമ്മയുടെ കരുതലും കാവലും എപ്പോഴും ഉണ്ടാകണം. ദാസൻ കമലിനോട് ചോദിക്കുകയാണ്, ഈ ആശാൻ ഇതെന്താണ് ഈ പറയുന്നത്, വട്ടായോ? സത്യഭാമ ചോദിക്കുകയാണ്, ഇപ്പോൾ സുസ്മിക്ക് മനസ്സിലായോ അവന് നിന്നോടുള്ള ഇഷ്ടവും അടുപ്പവും ഒക്കെ? അല്ല, അത് എന്നൊക്കെ പറയാൻ വിഷ്ണു ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. സത്യഭാമ ചോദിക്കുകയാണ്, അല്ല, ഇവിടത്തെ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ താമസമുണ്ടോ? ഇല്ലമ്മ, ഞാൻ ദാ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എന്നാ ശരി, നടക്ക്, നമുക്ക് പോകാം, വാ മോളെ എന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി പോവുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് ശാരികയുടെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങി കുടിക്കുന്ന രാജീവിനെയാണ്. കഞ്ഞി കുടിച്ച ശേഷം പാത്രം കൊണ്ട് രാജീവ് എഴുന്നേൽക്കുമ്പോൾ ശാരിക പറയുകയാണ്, അതവിടെ വച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം. എന്തിനാണോ അതൊക്കെ, ഞാനല്ലേ പതിവായി ഇതൊക്കെ ചെയ്യുന്നത്, ശീലങ്ങളൊന്നും മാറ്റേണ്ട. അന്നേരം ഇങ്ങുതാ എന്നും പറഞ്ഞ് പാത്രം പിടിച്ചു വാങ്ങുകയാണ് ശാരിക. ഇനി സാറിന് അങ്ങനത്തെ ശീലങ്ങളൊക്കെ മാറ്റിവെക്കാം. സാറല്ലേ പറഞ്ഞത് സാറിന്റെ റൂമിൽ ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങളും സാധനങ്ങളും ഒക്കെ അടുക്കി വയ്ക്കാൻ ഒരാള് വേണമെന്ന്? തൽക്കാലം അങ്ങനെ ഒരാളെ കിട്ടിയെന്ന് കൂട്ടിക്കോ. എല്ലാത്തിനും ചെറിയൊരു ശമ്പളം തരേണ്ടി വരും, അത്രേ ഉള്ളൂ. തിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, കൊള്ളാം, എനിക്ക് ഇയാളെ പിടികിട്ടുന്നതേ ഇല്ല. ചിലപ്പോൾ തോന്നും എല്ലാം അറിയാവുന്ന എന്റെ ജീവിതത്തിന് കൂട്ടായി വരാൻ ഇയാൾക്ക് തയ്യാറാണെന്ന്. മറ്റു ചിലപ്പോൾ ഒരു അപരിചിതനെ പോലെ ഇയാൾ എന്നെ മാറ്റി നിർത്തുകയും ചെയ്യും. വിചിത്ര സ്വഭാവം തന്നെ. അതിപ്പോ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് മാഷെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്ത് സാഹചര്യം ആടോ? നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം? ആരെങ്കിലും പിടിച്ച് വിഴുങ്ങിക്കളയുമോ? അങ്ങനെ വിഴുങ്ങിയിട്ടൊന്നും ഇല്ല മാഷെ, പക്ഷെ പലപ്പോഴും പറ്റാത്തത് കൊണ്ടാണ്. ജീവിതം എന്ന് പറയുന്നത് വെറും പ്രേമം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട്. തീർച്ചയാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ തീർച്ച എന്ന് പറയുകയാണ് ശാരിക. അല്ലെങ്കിൽ തന്നെ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് എന്താ മാഷേ? നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ള പെണ്ണിനെ കാണുമ്പോൾ ഒരു ആണിനുണ്ടാകുന്ന ആകർഷണം. ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകൂ, പിന്നെ അങ്ങ് മാഞ്ഞോ മറഞ്ഞോ പോകും. അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാത്രങ്ങൾ അടുക്കി വെക്കുകയാണ് ശാരിക. സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചെറുപ്പം, ഞങ്ങൾ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലം ഒരു നിമിഷമെങ്കിലും അവർ പ്രണയിച്ചിട്ടുണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ എന്തിനാണ് അമ്മയെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോയത്? സാറിന് പറയാൻ പറ്റുമോ ഇതിനുള്ള ഉത്തരം? രാജീവ് പറയുകയാണ്, ഞാൻ എന്ത് മറുപടി പറയാനാടോ? ഇവിടെ ഇപ്പോ ആഹാരവും തന്നിട്ട് താനല്ലേ ഈ ലെക്ചർ നടത്തുന്നത്. ഏതായാലും ഇയാള് പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്യുക. ലെക്ചറിംഗ് ഒന്നും അല്ല മാഷേ,
എനിക്കൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. പ്രണയവും ആകർഷണവും ഒക്കെ നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോഴല്ലേ തോന്നാറുള്ളൂ. ഒരു ക്യാൻസർ വാർഡിന്റെ വരാന്തയിൽ വെച്ച് ഒരു ആണിനും പെണ്ണിനും പ്രണയിക്കാൻ പറ്റുമോ? പ്രത്യേകമൊന്നും ഇല്ല. ഒരുപാട് കേസുകൾ പ്രേമത്തിന്റെ വൈചിത്രത്തെക്കുറിച്ച് വാർത്തയായിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും താൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത് ഇന്നത്തെ ദിവസം തന്നെ അയാൾ എന്താ ഇത്ര ഫിലോസഫിക്കൽ ആയതെന്നാണ്. സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ ഫിലോസഫിക്കൽ ആയിപ്പോകും മാഷേ. ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുൻപ് എന്റെ സ്വന്തം വീട്ടിൽ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അടുപ്പിൽ നിന്ന് സാരിക്ക് തീ പിടിച്ചിട്ട് അതുപോലും ശ്രദ്ധിക്കാതെ നിൽക്കുന്ന അമ്മയാണ്. ശാരദാമ്മയോന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് രാജീവ്. അതെ, എന്റെ സ്വന്തം അമ്മ തന്നെ. നമ്മൾ എപ്പോഴും പ്രേമിച്ചു തുടങ്ങുമ്പോൾ സ്വന്തം ഇണയെപ്പറ്റി മാത്രമേ ആലോചിക്കൂ. അതിനാൽ അവനവന്റെ വീട്, കുടുംബം, സാഹചര്യങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ല. അതാണ് സത്യവും. ഇത്രയൊക്കെ പറയാനായിട്ട് എന്തു പ്രശ്നമാണ് ഇയാൾക്കും ഇയാളുടെ ഫാമിലിക്കും? അച്ഛനില്ലാത്തതാണോ നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത്? വരുത്തി ശാരിക പറയുകയാണ്. ആ വിഷമമൊക്കെ മരവിച്ചുപോയി. ഇപ്പോഴുള്ള വിഷമം ഒരു 10 ലക്ഷം രൂപയാണ്. ഉടനെ വീട്ടേണ്ട ഒരു ബാധ്യത. രാജീവ് പറയുകയാണ്. അതെ, ഞാനൊരു കോളേജ് ലെക്ചറാണ്. 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ശ്രമം നടത്തി തന്നെ സഹായിക്കാവുന്നതേ ഉള്ളൂ. സഹായിക്കുകയാണെങ്കിൽ വേണ്ട മാഷെ, സാറ് ചോദിച്ചത് തന്നെ വലിയ ആശ്വാസം. ഇതങ്ങോട്ടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഇന്നുവരെ ആരുടെയും മുൻപിൽ കൈനീട്ടി നിന്നിട്ടില്ല ശാരദാമ്മയും മക്കളും. ഇനിയിപ്പോൾ മാഷിന്റെ മുൻപിൽ തലകുനിക്കുകയാണെങ്കിൽ അതെന്റെ കഴുത്തിൽ കെട്ടുന്ന താലിക്ക് വേണ്ടി മാത്രം ആകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അന്നേരം വളരെയധികം സന്തോഷിക്കുകയാണ് രാജീവ്. ജീവിതത്തിലെ ആ കുഞ്ഞു സ്വപ്നത്തിനെ മാത്രം തല്ലിക്കെടുത്താതിരുന്നാൽ മതി. രാജീവ് പറയുകയാണ്. ഒരിക്കലുമില്ല. പക്ഷേ പിന്നെ എവിടെ നിന്നുണ്ടാക്കും ഈ 10 ലക്ഷം രൂപ? താൻ അത് പറ. അതറിയില്ല. പക്ഷേ എന്നും തൊഴുതുറങ്ങുന്നതും തൊഴുതുണരുന്നതും ഒരേ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ്. ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള ശീലമാണ്. ഇപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ആ ദൈവത്തോട് എനിക്കുള്ളൂ. ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് കല്ലിനോടാണ് എന്ന് കരുതും ഞാൻ. അത്ര തന്നെ. ശാരികയുടെ സംസാരമൊക്കെ വളരെ ആസ്വദിച്ചു നിൽക്കുകയാണ് രാജീവ്. അതിനുശേഷം പാത്രവും എടുത്ത് ഇറങ്ങുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന പ്രീതിയാണ്. നേരം ജയ പ്രീതിയോട് പറയുകയാണ്. മോളുടെ ഒരു സൂട്ട് കേസ് ഒരാൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. സത്യാമ്മ പുറത്തെവിടെ പോയത് കൊണ്ട് ഞാനത് വാങ്ങി റൂമിൽ വെച്ചിട്ടുണ്ട്. അന്നേരം തലേ ദിവസം രാത്രി അർജുൻ വന്നതും സൂട്ട് കേസ് അർജുന്റെ കയ്യിലായതുമൊക്കെ ആലോചിക്കുകയാണ് പ്രീതി. പ്രീതി ചോദിക്കുകയാണ്. ആരാ അതിവിടെ കൊണ്ടുവന്നത്? അറിഞ്ഞൂടാ. ചോദിച്ചപ്പോൾ ഇത് കൊടുത്താൽ മതി, മോൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അർച്ചന പ്രസാദം പൂജാമുറിയിൽ വച്ചേക്കെന്ന് പറഞ്ഞ് പ്രസാദം ജയയുടെ കയ്യിൽ കൊടുക്കുകയാണ് പ്രീതി. അതിനുശേഷം മുറിയിലെ കട്ടിൽ ഇരിക്കുന്ന സൂട്ട് കേസ് പോയി നോക്കുകയാണ് പ്രീതി. സൂട്ട് കേസ് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ലെറ്റർ കാണുകയാണ് പ്രീതി. വായിക്കുകയാണ് പ്രീതി. എന്റെ മാത്രം പെണ്ണിന്. ഞങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ദിവസങ്ങളായി എന്നറിയാം. സത്യം പറഞ്ഞാൽ ദിവസങ്ങളല്ല, വർഷങ്ങൾ കടന്നു പോയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പരാജയപ്പെട്ട നമ്മുടെ ഒളിച്ചോട്ടത്തിന് ശേഷം മനസ്സ് തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഈ ലോകത്ത് ഒന്നിനോടും ഒരു താല്പര്യവുമില്ലാത്ത അവസ്ഥ. ഓരോരോ ചിന്തകൾ കാട് കയറിയപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് വരെ തോന്നി. പിന്നെ ജോലിയിൽ കൂടുതൽ സമയം മുഴുകിയാണ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത്. കോടതി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും ജോലി. സത്യത്തിൽ ഞാനൊരു യന്ത്രമായി മാറി എന്ന് തന്നെ പറയാം. എങ്കിലും നിന്നെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴെല്ലാം ഹൃദയത്തിലൊരു തൊട്ടാവാടിമുള്ള തറഞ്ഞു കയറുന്നത് പോലെയാണ്. അത് നിന്റെ കുഴപ്പമല്ല, എന്റെ തന്നെ കുറ്റബോധത്തിന്റെ രക്തമാണ് അതിൽ നിന്ന് കിനിയുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. 2ഓ 3ഓ വട്ടം നീ വിളിച്ചപ്പോൾ ഞാൻ കോടതിയിലായിരുന്നു. തിരിച്ചു വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് വിളിക്കാത്തത്. അതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നീ ആയിരിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് തിരികെ വിളിക്കാത്തത്. പക്ഷേ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല പ്രീതി. നീ എങ്ങനെയിരിക്കുന്നു, ഏതവസ്ഥയിലാണ് എന്നൊക്കെ എനിക്ക് അറിഞ്ഞേ തീരൂ. എനിക്ക് എങ്ങനെയെങ്കിലും നാളെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്. സ്ഥലവും സമയവും ശാലിനി വഴി ഞാൻ അറിയിക്കാം എന്ന് നിന്റെ സ്വന്തം അർജുനേട്ടൻ. പിന്നെ ഈ ബോക്സ് ഞാനൊരു പരിചയക്കാരൻ വഴിയാണ് എത്തിക്കുന്നത്. ദൈവം സഹായിച്ച് ഇത് നിന്റെ കയ്യിൽ തന്നെ എത്തുമെന്ന് കരുതുന്നു. ലെറ്റർ വായിച്ച് ആകെ സങ്കടപ്പെടുകയാണ് പ്രീതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.